പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. അപ്പോൾ ഇത് മണികണ്ഠൻ തിരുനെൽവേലി സ്വദേശിയാണ്. ഈ ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയിലെ വേലന്താവളം അറിയാലോ നിങ്ങൾക്ക്, കിഴക്കൻ പ്രദേശമാണ്, തമിഴ്നാടിൻ്റെ ബോർഡറാണ്. ഇപ്പോൾ വേലന്താവളം ഏരിയയിൽ ധാരാളം കരിമ്പനകളുണ്ട്. അപ്പോൾ അവിടെ നിന്നും അദ്ദേഹം പനനൊങ്ക് കൊണ്ടുവന്ന് വെട്ടി താഴെയിട്ട് അത് ലോഡ് ചെയ്ത് TVS കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുതരും. അതുകൊണ്ട് അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് വെട്ടി പരിക്ക് പറ്റാതെ ആ ഫ്രൂട്ട് പുറത്തെടുക്കുന്നുണ്ടോ. വാവ്. അപ്പോൾ ഒരെണ്ണത്തിൽ 3 കണ്ണുണ്ടാവും, ചിലതിൽ 2 കണ്ണുണ്ടാവും. അഥവാ 3 ഫ്രൂട്ട് അല്ലെങ്കിൽ 2 ഫ്രൂട്ട് ഉണ്ടാവും. അപ്പോൾ ഈ പനനൊങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, വളരെ 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 ആരോഗ്യദായകമായ ഒരു ഫലമാണത്. ഇതിൻ്റെ ആവരണം കണ്ടില്ലേ, ആ ആവരണം കളയാതെ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന്, ഈ അൾസർ പോലുള്ള അസിഡിറ്റിയൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് വെരി വെരി യൂസ്ഫുള്ളാണ്. ഇറ്റ്സ് ലൈക്ക് എ മെഡിസിൻ. പിന്നെ തീ പാറുന്ന ഈ വേനലിൽ ഇത് ഒരു അമൃത് പോലെയാണ്. ചൂടിന് വളരെ ആശ്വാസകരമാണ്, വയറ്റിന് വളരെ നല്ലതാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എൻ്റെ ഓർമ്മകളാണ്. ഒരു 45 കൊല്ലം മുമ്പ് ഞാൻ 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചിറ്റൂർ താലൂക്കിലെ നല്ലേപ്പിള്ളിയിലേക്ക് സമ്മർ വെക്കേഷനിൽ ഞങ്ങൾ വിരുന്ന് പോകും. അങ്ങനെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ വിരുന്ന് പോയാൽ അവിടെ ആ ഏരിയയിലൊക്കെ ധാരാളം അന്ന് കരിമ്പനകൾ സുലഭമായിട്ട് ഇതൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ ഒരു 10 പൈസ ഒരെണ്ണത്തിന്. അപ്പോൾ 1 രൂപയ്ക്ക് 10 എണ്ണം കിട്ടും. ഇന്ന് പ്രിയപ്പെട്ടവർ, ഇതിന് ഒരെണ്ണത്തിന് എന്ന് വെച്ചാൽ ഈ ഒരു കായിലുള്ള 3 എണ്ണത്തിൽ ഒരെണ്ണത്തിന് 10 രൂപ വിലയാണ്. പക്ഷേ ആ വില നിങ്ങൾ ഒരിക്കലും അധികമാണെന്ന് കരുതരുത്. കാരണം ഇന്ന് കരിമ്പനകൾ 70% പാലക്കാട് ജില്ലയിലെ കരിമ്പനകൾ ഇല്ലാതായി കഴിഞ്ഞു. ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയും വ്യവസായങ്ങളുടെ വരവുമൊക്കെ കാരണം കരിമ്പന ആളുകൾക്കൊക്കെ ഒരു കാലത്ത് അരോചകമായി തോന്നുകയും ഇതൊരു അനാവശ്യമാണെന്ന് കരുതി അവരൊക്കെ അതിനെ നശിപ്പിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ ദുഃഖിക്കുകയാണ്. കാരണം ഈ ചൂട് ഏറെ വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പനയുടെ ഉൽപ്പന്നങ്ങൾ, അത് പനങ്ങളായാലും ശരി, പനനീരായാലും ശരി, ഈ പനനൊങ്കാണെങ്കിലും എല്ലാം വളരെ വളരെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഏതായാലും ഞാൻ നമ്മുടെ മണികണ്ഠന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം മണികണ്ഠനെ പോലുള്ളവരുടെ ഈ അധ്വാനത്തെ നമ്മൾ ഒരിക്കലും കാണാതിരുന്നുകൂടാ, അംഗീകരിക്കാതിരുന്നുകൂടാ. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അവരെ. കാരണം ഈ കരിമ്പന എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, വളരെ ഉയരം കൂടിയ കരിമ്പനയിൽ കയറി ഇതിനെയൊക്കെ പനനൊങ്കിനെ വെട്ടി താഴെയിട്ട് അപകടം കൂടാതെ തിരിച്ച് ഇറങ്ങി താഴെ എത്തി അതിനെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് വലിയൊരു റിസ്ക്കാണ്, വലിയൊരു സോഷ്യൽ സർവീസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വേനലിലെ എന്താ പറയുക, വേനലിൽ ഒരു മഴ പോലെ ഈ വേനലിൽ ഈ പനനൊങ്കുമായിട്ട് വരുന്ന ഇവരെ അവരോട് നിങ്ങൾ ഒരിക്കലും ബാർഗെയിൻ ചെയ്യരുത്. പാവങ്ങൾ ഈ വെയിലും കൊണ്ട് വരികയാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇത് വാങ്ങുക, കഴിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റമദാൻ സീസണാണ്. നോമ്പനുഷ്ഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നോമ്പ് തുറന്ന ഉടനെ പകൽ മുഴുവൻ പട്ടിണി കിടന്ന് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ പട്ടിണി കിടന്നിട്ട് നോമ്പ് തുറന്ന ഉടനെ ഈ എണ്ണയിൽ വറുത്ത സമോസയും ചിക്കൻ സമോസയും ബജ്ജിയും വടയും സോഡാപ്പൊടി കയറ്റിയ ബജ്ജിയും വടയും ബോണ്ടയും തിന്ന് വയറിനെയൊക്കെ നശിപ്പിച്ച് ഒടുവിൽ ക്യാൻസർ രോഗികളും അൾസർ രോഗികളുമായി മാറുന്ന നിർഭാഗ്യന്മാരായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ആ പരിപാടികളൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ വ്രതം അനുഷ്ഠിച്ച് ആളുകൾ വ്രതം മുറിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സാധനങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത്. പനനൊങ്ക് നിങ്ങളുടെ തീന്മേശയിൽ ഒന്നാമത്തെ വിഭവമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇതുപോലെ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അത് വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമാവും. നമ്മുടെ ആരോഗ്യത്തിന് അത് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും. ഞാൻ മണികണ്ഠനോട് ചോദിച്ചു, മണികണ്ഠൻ നിനക്ക് ഇൻസ്പിറേഷൻ ലൈഫിൽ ആരാന്ന് ചോദിച്ചപ്പോൾ തലൈവർ MGR ആണെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. ഉഴയ്ക്കും കരത്തെ നമ്പലാമെന്ന് MGR പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്ന കൈകളെ വിശ്വസിക്കാമെന്ന് തലൈവർ പറഞ്ഞിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ MGR ശിവാജി ഗണേശനും പ്രേം നസീറും മധുവൊക്കെ അഭിനയിച്ച സിനിമകളിലൊക്കെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ധാരാളം മൂല്യങ്ങൾ അവർ പ്രസരിപ്പിച്ചിരുന്നു അവരുടെ സിനിമകളിലൂടെ, അവരുടെ അഭിനയത്തിലൂടെ, അന്ന് കാലത്തെ പാട്ടുകളിലൂടെ. നിങ്ങൾക്കറിയാം, അതുകൊണ്ടൊക്കെയാണ് അവരിന്നും ജനഹൃദയങ്ങളിൽ ഇങ്ങനെ ജീവിക്കുകയാണ് പ്രകാശം പരത്തിക്കൊണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ സിനിമയിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന നായകന്മാരൊക്കെ വില്ലന്മാരാണ്. എന്ന് വെച്ചാൽ അവർക്ക് വില്ലൻ റോളുകളോട് ഇപ്പോൾ കൂടുതൽ താല്പര്യം. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന നായക റോളുകളെല്ലാം ഒരർത്ഥത്തിൽ നെഗറ്റീവ് വില്ലന്മാരുടെ റോളുകളാണ്, നെഗറ്റീവ് റോളുകളാണ്. എന്ന് വെച്ചാൽ കൊട്ടേഷൻ സംഘത്തിൻ്റെ നേതാക്കൾ, കൊട്ടേഷൻ സംഘത്തിൻ്റെ ആദരണീയരായ നേതാക്കൾ,
പിന്നെ അതുപോലെ തന്നെ മയക്കുമരുന്ന് പൊടി മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന വില്ലന്മാർ, ഇങ്ങനെയുള്ള റോളുകളാണ് ഇന്ന് നമ്മുടെ നായകന്മാർക്ക്. മാർക്കോ പോലുള്ള സിനിമകൾ, ബിലാൽ മമ്മൂട്ടി അഭിനയിച്ച കൊട്ടേഷൻ നേതാവായിട്ടുള്ള സിനിമകൾ, ഇങ്ങനെ ധാരാളം മലയാള സിനിമകൾ ക്രൈമിനെയും മയക്കുമരുന്നിനെയും മദ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം സിനിമകൾ ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ മണികണ്ഠൻ്റെ ആ വാക്കുകൾ എന്നെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. കാരണം ആ ചെറുപ്പക്കാരൻ പറയണ MGR തലൈവരാണ് എൻ്റെ ഇൻസ്പിറേഷൻ. കാരണം ആ ഏഴൈ തോഴൻ എന്നാണ് MGR അറിയപ്പെടുന്നത്. അദ്ദേഹം വെറുതെ അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയത്. കാരണം അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും മാനുഷിക മൂല്യങ്ങളെ, മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവയായിരുന്നു. അതുപോലെ തന്നെ ശിവാജി ഗണേശൻ്റെ സിനിമകൾ ആ കാലഘട്ടത്തിൽ, ജമിനി ഗണേശൻ്റെ, അതുപോലെ തന്നെ മലയാളത്തിൽ സത്യൻ മാഷും പ്രേം നസീറും ഒക്കെ അഭിനയിച്ച സിനിമകൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് അദ്ദേഹത്തിൻ്റെ ആയുധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം വളരെ എന്താ പറയുക, വളരെ സ്കില്ലോട് കൂടിയിട്ടാണ്, ഒരു പരിക്കും പറ്റാതെയാണ് ഇത്രയും കട്ടിയുള്ള പാറ പോലുള്ള ആ പനന്നൊങ്കിൻ്റെ അകത്തു നിന്നും ആ അമൃത് പോലുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള ആ സാധനത്തെ അദ്ദേഹം വേർതിരിച്ചെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മണികണ്ഠൻ്റെ നമ്പർ ഒന്ന് പറയാം. 8778215103 8778215103 8778215103 ഇതാണ് മണികണ്ഠൻ്റെ നമ്പർ. ഇപ്പോൾ പാലക്കാട് ടൗണുമായി ബന്ധപ്പെട്ട ഈ കഞ്ചിക്കോട് വരെയുള്ള ഈ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പനന്നൊങ്ക് ആവശ്യമുണ്ടെങ്കിൽ മണികണ്ഠനെ വിളിക്കുക. അപ്പോൾ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് അക്ബർ സ്നേഹക്കൂട്.